വ്യാജ ചുമമരുന്ന് സിറപ്പ് കുടിച്ചിട്ട് മരിച്ച കുട്ടികളുടെ എണ്ണം അനൗദ്യോഗികമായി 33 എന്ന കണക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനും ഈ ഈ ഈ മരുന്നുണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ വളരെ വൃത്തികെട്ട സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു. പല ഫാക്ടറികളും അങ്ങനെയുള്ള വാർത്തകൾ ഈ പ്രഭാതത്തിൽ നമ്മെ തേടി വരുന്നുണ്ട്. നമ്മളെ അലോസരപ്പെടുന്ന ഒരു കാര്യമാണ്. വ്യാജ ചുമമരുന്ന് സിറപ്പുകൾ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡുകളുടെ രാജ്യവ്യാപക പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മധ്യപ്രദേശിൽ ചികിത്സയിലിരുന്ന 2 കുട്ടികൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ ചുമമരുന്ന് മരണങ്ങൾ ഔദ്യോഗികമായി 20 ഉയർന്നു. എന്നാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും മരിച്ച കുട്ടികൾ അനൗദ്യോഗികമായി 23 ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ മരിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പഞ്ചാബിലും കോൾട്രിപ്പ് കഫ് സിറപ്പിന് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ചുമമരുന്ന് കഴിച്ചുള്ള മരണങ്ങൾക്ക് പിന്നാലെ കേരളത്തിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ആരോഗ്യ മന്ത്രാലയം. ഗുജറാത്തിലെ റെന്നക്സ് കമ്പനിയുടെ റെസ്പി ഫ്രഷ് മരുന്നിൻ്റെ വിൽപ്പനയും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാഡിയാണ്, നമ്മുടെ ജീവശ്വാസമാണ്, നമ്മുടെ കരളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രയും പ്രാധാന്യമുണ്ട് ഈ വാർത്തയ്ക്കെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യവ്യാപക പരിശോധനയും ഈ കുട്ടികൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിൽ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള നടപടികൾ എത്രമാത്രം പുരോഗമിക്കുന്നുവെന്നറിയാൻ ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നു. വിനീത വിജി ആദ്യം ചേരും. അതുപോലെ മധ്യപ്രദേശിലും ഏതാണ്ട് കൂടുതൽ കുട്ടികൾ മരിച്ചത് മധ്യപ്രദേശിലാണ്, അത് കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. അപ്പോൾ അവിടെ രാജസ്ഥാനിൽ 4 കുട്ടികൾ മരിച്ചെങ്കിൽ അനൗദ്യോഗികമായ കണക്കനുസരിച്ച് 19 കുട്ടികളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു മധ്യപ്രദേശ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരും. അതുപോലെ കേരളത്തിൽ പുതിയ നീക്കങ്ങൾ നടക്കുന്നു. ഇത്തരം ചുമമരുന്നിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കി ചില നിരോധനങ്ങളുമായി നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും തത്സമയം ചേരുകയാണ്. ആദ്യം വിനീത വിജിയിലേക്ക്. വിനീത, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്താണിപ്പോൾ ഈ പരിശോധനയുടെ ഫലം? രാജ്യവ്യാപകമായി പരിശോധന കർക്കശമാക്കിയിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും രാജ്യവ്യാപകമായിട്ടുള്ള പരിശോധന തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്നത്. അതിന്റെ ഒരു തുടർ നടപടി എന്ന തരത്തിൽ ഇന്നലെ മധ്യപ്രദേശിൽ 2 മരുന്നുകൾക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ റീലൈഫ്, ഒപ്പം തന്നെ റെസ്പി ഫ്രഷ് എന്നിങ്ങനെയുള്ള ചുമമരുന്നായിട്ടുള്ള 2 മരുന്നുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഇന്നലെ രാത്രി ലഭ്യമായ ഒരു വിവരം എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ 2 കുട്ടികൾ കൂടി 2 വയസ്സുള്ള 2 കുട്ടികൾ കൂടി മരിച്ചു എന്നുള്ളത് തന്നെയാണ്. അവർ ഏതാണ്ട് 7 കുട്ടികൾ ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അതിൽ ഇന്നലെ തന്നെ മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ചികിത്സാ ചിലവ് ഞങ്ങൾ വഹിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ അദ്ദേഹം ഈ ആശുപത്രിയിലൊക്കെ എത്തുകയും അവിടെയുള്ള ഈ കുട്ടികളുടെ കുടുംബവുമൊക്കെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളിലേക്ക് വരുമ്പോൾ 19 കുട്ടികളാണ് ഈ മധ്യപ്രദേശിൽ മാത്രം ചുമമരുന്ന് ഉപയോഗിച്ച് മരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ മരുന്ന് ഉപയോഗിച്ച കുട്ടികളിൽ വൃക്ക തകരാറിലായതാണ് ഈ മരണകാരണത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ്. വൃക്കയെയും കരളിനെയുമാണ് ഈ മരുന്നിന്റെ ഒരു ഫലം അത് എഫക്ട് ചെയ്തിരിക്കുന്നത് ഈ 2 ഭാഗങ്ങളിലാണ്. അത് ഇന്നലെ നമ്മൾ ഈ IMA ഡോക്ടർമാരും ഒക്കെയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ്. അതിൽ അവർ പറയുന്നത് ഈ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളിൽ ഏതാണ്ട് 1% മാത്രമാണ് ഈ ഗുണനിലവാര പരിശോധനകൾ നടത്തുന്നത്. അത് നേരത്തെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പാടില്ല, കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഈ നിർമ്മിക്കുന്ന മരുന്നുകളിൽ ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നില്ല. അത് ദൗർഭാഗ്യകരമെന്നാണ് നമ്മൾ ഈ IMAയുടെ ഒരു മുൻ ദേശീയ പ്രസിഡന്റുമായി നമ്മൾ ഇന്നലെ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും ഈ മരുന്ന് നൽകിയ ഡോക്ടറെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മധ്യപ്രദേശിലെ പ്രവീൺ സോണി എന്ന ഡോക്ടറെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോക്ടർ നൽകിയ മരുന്ന് കഴിച്ച കുട്ടികളാണ് മരിക്കാൻ ഇടയായതെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മരുന്ന് നൽകിയ, ഈ മരുന്നിന് ലൈസൻസ് നൽകിയ അധികൃതർ, ഈ മരുന്ന് നിർമ്മിച്ച ഈ ഫാർമസി, അതിന്റെ ഉടമകൾ, ഇവരൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികൾ. ഇവർക്കെതിരെ കൂടി നടപടി വേണം എന്നുള്ളതാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. കാരണം ഒരു ഡോക്ടർ മരുന്ന് നൽകുമ്പോൾ അദ്ദേഹം നിലവിലുള്ള ഒരു മരുന്ന് നൽകുന്നു എന്ന് കരുതി
ആ ഡോക്ടർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ കൊണ്ടുവരുമ്പോൾ അതൊരു പക്ഷേ മുഴുവൻ ആരോഗ്യ മേഖലയും വലിയ ഭീതിയിലാക്കുന്ന ഒരു കാര്യം എന്നാണ് ഡോക്ടർമാരുടെ സംഘടനകളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണെങ്കിലും രാജ്യവ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഇതിനോടകം തന്നെ കാഞ്ചീപുരത്തുള്ള ഈ മരുന്ന് നിർമ്മിക്കുന്ന കോൾഡ്രിഫ് കഫ് സിറപ്പ് നിർമ്മിക്കുന്ന കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീലൈഫ്, റെസ്പി ഫ്രഷ് എന്നിങ്ങനെയുള്ള 2 മരുന്നുകൾ, ഈ മരുന്നുകൾ ഗുജറാത്തിലാണ് നിർമ്മാണം ചെയ്തിരുന്നത്. ആ കമ്പനിക്കെതിരെയും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഈ ചുമമരുന്ന് കഴിച്ചതാണ്ട് 20ഓളം മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും മരുന്ന് കഴിച്ച കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. SK. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഔദ്യോഗികമായി 20 പേർ കുട്ടികൾ മരിച്ചു എന്നാണ് വിവരം. എന്നാൽ അനൗദ്യോഗികമായ കണക്കനുസരിച്ച് 23 പേർ കുട്ടികൾ മരിച്ചു എന്ന രീതിയിലുള്ള കാര്യം നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇനി മുംബൈയിലേക്ക്. മധ്യപ്രദേശിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തണം എന്നാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. മുന്നറിയിപ്പുകൾ വന്നിട്ടും അവഗണിച്ചു. കുഞ്ഞുങ്ങളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു. മധ്യപ്രദേശ് സർക്കാർ പല വീടുകളും ഇടിച്ചു നിരത്തുന്നുള്ളത് കൊണ്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട് തന്നെ ഇടിച്ചു നിരത്തണമെന്ന അഭിപ്രായം വരെ ഉയർന്നിരിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, മധ്യപ്രദേശിലെ സ്ഥിതി അത്രയ്ക്ക് കടുത്തതാണോ? ഗുഡ് മോർണിംഗ്. SK, കഫ് സിറപ്പുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഏറ്റവും അധികം ഉണ്ടായത് മധ്യപ്രദേശിലാണ്. അതുകൊണ്ട് ഈ ഒരു ദുരന്തം അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് മധ്യപ്രദേശിലെ കുട്ടികളെ തന്നെയാണ്. അതിൽ തന്നെ ഇപ്പോൾ 2 കുട്ടികളുടെ കൂടി മരണമാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത്. 3ഉം 2ഉം വയസ്സും മാത്രമുള്ള 2 കുട്ടികളാണ് മരിച്ചത്. SK, അവരുടെ പേരുകൾ ലഭ്യമാണ്. വേദാന്ത് കക്കൂദിയ എന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് 3 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ജയൂഷ എന്ന 2 വയസ്സ് പ്രായമുള്ള കുട്ടി, അങ്ങനെ 2 കുട്ടികളാണ് മരിച്ചത്. ഈ കുട്ടികൾ നാഗ്പൂരിലാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. നാഗ്പൂർ മെഡിക്കൽ കോളേജിലാണ് ഈ കുട്ടികൾ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. 9 കുട്ടികളെങ്കിലും ഇവിടെ ചികിത്സയിലുണ്ട് എന്നതാണ് ഇന്നലെ മോഹൻ യാദവ്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി, പറഞ്ഞത്. 9 കുട്ടികൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കുട്ടികൾ ചെന്ന് പെട്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എയിംസ് അടക്കമുള്ള ആശുപത്രികളിലും ഇപ്പോൾ കുട്ടികൾ ചികിത്സയിലുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 13ഓളം കുട്ടികളാണ് നിലവിൽ ഈ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് എന്നതാണ് ഇതുവരെയുള്ള കണക്കുകൾ. ഏതായാലും ഡോക്ടറെ, മധ്യപ്രദേശിൽ ചിഞ്ചുവാര എന്ന സ്ഥലത്താണ് ഏറ്റവും അധികം കുട്ടികൾ മരിച്ചിട്ടുള്ളത്. ഇവിടെ ചികിത്സ നടത്തുന്ന ഡോക്ടറെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രവീൺ സോണി എന്ന ഡോക്ടറെയാണ് അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശിലെ പ്രതിപക്ഷ നേതാവായ ഉമാങ് സിംഗാർ, അദ്ദേഹം ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തണം. കാരണം പെർസിയ MLA മോഹൻ വാൽമീകി, അദ്ദേഹം ഈ ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ തന്നെ ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഔദ്യോഗികമായി തന്നെ വരുത്തിയതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി, കലക്ടർ എന്നിവർക്ക് ഈ മോഹൻ വാൽമീകി MLA കത്തയച്ചതാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ഒരുപക്ഷെ അന്ന് തന്നെ ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇടപെട്ടിരുന്നെങ്കിൽ ഈ മരണം മധ്യപ്രദേശിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും അവരുടെയൊക്കെ വീടുകൾ ഇടിച്ചു നിരത്താൻ തുനിയുന്ന സർക്കാർ, അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വീട് തന്നെ ഇടിച്ചു നിരത്തണം എന്നതാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഏതായാലും സർക്കാർ ഈ തരം വാദങ്ങളോടൊന്നും തന്നെ യോജിക്കുന്നില്ല. അത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നതാണ് മോഹൻ യാദവ് ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും മധ്യപ്രദേശിൽ നിന്നുള്ള കുട്ടികൾ ഇനിയും ചികിത്സയിൽ ഗുരുതരാവസ്ഥയിലുണ്ട് എന്നതാണ് സ്ഥിതി സങ്കീർണമാക്കി മാറ്റുന്നത്. നിലവിൽ ഏതായാലും ഈ മരുന്ന് രാജ്യത്ത് എവിടെയുമില്ല. മഹാരാഷ്ട്രയിൽ മരുന്ന് നിരോധിക്കുകയും ജനങ്ങളുടെ സഹായം, ഈ മരുന്ന് എവിടെയെങ്കിലും വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ പിടികൂടാൻ ജനങ്ങളുടെ സഹായം കൂടി സർക്കാർ തേടുകയും ഒരു ടോൾ ഫ്രീ നമ്പർ തന്നെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ഈ മരുന്നുകൾ കാണുകയാണ്, ഈ കോൾഡ്രിഫ് സിറപ്പ് കാണുകയാണെങ്കിൽ ഉടനെ ആ ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കണം എന്നത് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മഹാരാഷ്ട്രയിലും കാര്യമായ ഇടപെടൽ സർക്കാർ ഈ ഘട്ടത്തിൽ ഈ മരുന്നിൻ്റെ വിൽപ്പന ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നേരത്തെ വിനീത സൂചിപ്പിച്ച 2 മരുന്നുകൾ കൂടി ഇപ്പോൾ അന്വേഷണ പരിധിയിലുണ്ട്. 2 കപ്പ് സിറപ്പുകൾ കൂടിയുണ്ട്. ഒന്ന് ഗുജറാത്തിലെ സുരേന്ദ്ര നഗറിലും ഒന്ന് അഹമ്മദാബാദിലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2 മരുന്ന് കമ്പനികളുടെ കപ്പ് സിറപ്പുകളാണ് ഇപ്പോൾ വീണ്ടും ഒരു നിരോധനം നേരിടുന്നത്. ആ മരുന്നുകളുടെ കാര്യത്തിൽ കൂടി മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇടപെടൽ നടത്തും എന്നതാണ് നമ്മൾ അറിയുന്നത്. SK. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേർന്നത്.
അപ്പോൾ മധ്യപ്രദേശിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നു. അവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത്ര അമർഷം പുകയുകയാണ് കുട്ടികളുടെ മരണത്തിന് മധ്യപ്രദേശിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേരളത്തിൽ നമ്മുടെ ഈ ചുമമരുന്ന്, ഈ കോൾട്രിപ്പ് എന്ന് പറയുന്ന ചുമമരുന്നിൽ വിഷാംശമുണ്ട് എന്ന രീതിയിലുള്ള കണക്കൂട്ടലുകളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വരുന്നത്. എന്നാൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു സ്വഭാവം പല അമ്മമാരിലും കേരളത്തിലുള്ള പല ആളുകളിലുണ്ട്, പല രക്ഷകർത്താക്കളിലും ഉണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടി വരുന്നു. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൊടുത്തുകൂടാത്ത മരുന്നൊക്കെ തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ ഇപ്പോൾ ലഭ്യമാണെങ്കിൽ അതൊരിക്കലും വിതരണം ചെയ്യാൻ പാടില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഒരു മരുന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് മുൻകരുതലുകൾ ഈ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയുള്ള കേരളം ഇതിൽ താല്പര്യമെടുക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങളുമായി MG പ്രതീഷ് തത്സമയം ചേരുകയാണ്. ഒരുപാട് നിരോധനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരാൻ ഗവൺമെൻറ് ആലോചിക്കുന്നു കുട്ടികളുടെ കാര്യത്തിൽ. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കഫ് സിറപ്പ് മരണവുമായി ബന്ധപ്പെട്ടും കേരളത്തിലും വലിയ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. ആരോഗ്യവകുപ്പ് ഈ ഉന്നതതല യോഗം വിളിക്കുകയും വലിയ പരിശോധനകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിലും ഈ കോൾഡ്രിപ്പ് സിറപ്പിന് പിന്നാലെ തന്നെ 2 മരുന്നുകളുടെ വിൽപ്പന നിർത്തിവച്ചിട്ടുണ്ട്. കർശനമായ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്നുകളാണ് നിരോധിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഈ ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റെസ്പി ഫ്രഷ് TR എന്ന കമ്പനിയുടെ മരുന്നുകളും വിൽക്കാനും ഉപയോഗിക്കാനും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ 2 കമ്പനികളുടെയും മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേരളത്തിലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേരളത്തിൽ നിന്ന് ഈ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മരുന്നുകളുടെ ബാച്ചുകൾ കണ്ടെത്തിയിരുന്നു. അതുൾപ്പെടെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. കർശനമായ മാർഗനിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചുമമരണങ്ങൾക്ക് പിന്നാലെ ഇത് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതി ആരോഗ്യവകുപ്പ് നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ആരോഗ്യ മന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് വിശദമായ മാർഗരേഖ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കും. അതിന് മുന്നോടിയായി തന്നെ പറയുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് ഈ ചെറിയ കുട്ടികൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഒരു കാരണവശാലും ഈ മരുന്നുകൾ നൽകരുത് എന്നതാണ്. പലപ്പോഴും അത്തരത്തിൽ ഈ മരുന്നുകൾ നൽകുന്നത് ഈ അളവിൽ കൂടുതൽ മരുന്നുകൾ നൽകുന്നു, ഗുണനിലവാരമില്ലാത്ത കമ്പനികളുടെ മരുന്നുകൾ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതൊക്കെ തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയാക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാഗ്രത വേണമെന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ നേരത്തെ കോൾഡ്രിപ്പ് സിറപ്പുമായി ബന്ധപ്പെട്ട 170 ബോട്ടിലുകൾ കേരളത്തിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. അതിൽ 52 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഈ വരും ദിവസങ്ങളിൽ ഇതിന്റെ പരിശോധനാ ഫലം പുറത്തു വരും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്കും ആരോഗ്യവകുപ്പ് കടക്കുന്നത്. ഈ രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി തന്നെ കേരളത്തിലും ഈ വ്യാപക പരിശോധന മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഏതായാലും നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം, അത്തരത്തിലൊരു പ്രധാനപ്പെട്ട കേസുകളൊന്നും തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മുൻകരുതൽ ഒപ്പം ജാഗ്രത അത് വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചില നിരോധനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായി നമ്മളത് പാലിക്കാൻ കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗം സ്വയം നിർണ്ണയിച്ച് നമ്മൾ മരുന്ന് കൊടുക്കാൻ പാടില്ല. ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ നമ്മൾ കുട്ടികൾക്ക് ചുമമരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ചുമമരുന്നിൽ കോൾട്രിപ്പ് പോലെയുള്ള ചുമമരുന്നിൽ വിഷാംശം കലർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.